RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച വിവാദ ലേഖനത്തെ തുടർന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയോടെ കേരളത്തിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ശക്തമായ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെക്കുറിച്ച് ലേഖനം ചോദ്യങ്ങൾ ഉന്നയിച്ചത് സംസ്ഥാനത്തെ സഭാ നേതാക്കളിൽ അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്തു. കോൺഗ്രസ് നയിക്കുന്ന UDFനും CPIM നയിക്കുന്ന LDFനും ഒരു രാഷ്ട്രീയ ബദൽ കെട്ടിപ്പടുക്കുന്നതിനായി ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും നിരന്തരം സമീപിച്ചു വരുന്ന BJPക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക പുരോഹിതന്മാർക്കെതിരെ വലതുപക്ഷ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഈ വിള്ളൽ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. പാർട്ടിയുടെ പ്രചരണ ശ്രമങ്ങൾക്ക് ഇത് മങ്ങലേൽപ്പിച്ചു. ഈ വർഷം അവസാനം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വോട്ട് അടിത്തറ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ഈ വിഷയം കുറച്ചു കാണാൻ ശ്രമിച്ചെങ്കിലും സംഘപരിവാർ നടത്തുന്ന ഓരോ അതിക്രമവും രാജ്യത്തുടനീളമുള്ള ക്രിസ്ത്യാനികളെ ബാധിക്കുമെന്ന് സഭ നടത്തുന്ന ദീപിക ദിനപത്രത്തിലെ തിങ്കളാഴ്ച കടുത്ത വിമർശനാത്മകമായ ഒരു എഡിറ്റോറിയൽ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. മതപരിവർത്തന വിരുദ്ധ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ക്രിസ്ത്യാനിയെയും ജയിലിലടയ്ക്കാനും അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും കഴിയുമെന്ന് കുട്ടികൾ പോലും ഇപ്പോൾ വിശ്വസിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ദൈവദൂഷണ നിയമത്തെ നമുക്ക് എങ്ങനെ വിമർശിക്കാൻ കഴിയുമെന്നും അത് ചോദിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിശബ്ദത കാരണം സ്ഥിതി കൂടുതൽ വഷളായെന്നും അതനുസരിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ആക്രമിക്കുന്നവർക്ക് പ്രോത്സാഹനമായി മാറിയെന്നും എഡിറ്റോറിയൽ ആരോപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ എന്ന പോലെ അടുത്ത ആഴ്ച വിശുദ്ധവാരം ആരംഭിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് അത് പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരേതര ഭൂവുടമ കത്തോലിക്ക സഭയാണ് അവകാശപ്പെടുന്ന ഓർഗനൈസറിൽ ഇപ്പോൾ പിൻവലിച്ച ലേഖനത്തോട് പ്രതികരിച്ചുകൊണ്ട് കൂടുതൽ ഭൂമി ആർക്കാണെന്ന് ചോദ്യം ചെയ്യുന്ന RSS ലേഖനത്തെ ഇവിടെ ആരും ഭയപ്പെടുന്നില്ല എന്നും ദീപിക എഡിറ്റോറിയൽ വ്യക്തമാക്കി. കത്തോലിക്ക സഭ ഏറ്റവും വലിയ ഭൂവുടമയല്ലാത്തതിനാൽ മാത്രമല്ല അവരുടെ ഉടമസ്ഥതയിലുള്ളതിൽ ഭൂരിഭാഗവും പൊതുജനക്ഷേമത്തിന് ഉപയോഗിക്കുന്നു എന്നും ദീപിക ലേഖനം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. RSS ലേഖനം അനുസരിച്ച് അവരുടെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/5 കൂടുതലും ഏകദേശം 21% കത്തോലിക്ക സഭയുടേതുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്റർ മാത്രമായതിനാൽ ഇത് വ്യക്തമായും അതിശയോക്തിപരമാണ്. വഖഫ് ബോർഡിന്റെ കൈവശമുള്ള 94 ലക്ഷം ഏക്കറിന്റെ 183 മടങ്ങ് കൂടുതൽ ഭൂമി സഭയുടെ അവകാശമാണെന്ന് ലേഖനം അവകാശപ്പെടുന്നു. ഓർഗനൈസർ ലേഖത്തെ പരിഹസിക്കുകയും ഈ കണക്കുകൾ എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നത് പോലെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്കുള്ള അവരുടെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കാൻ BJPക്ക് ശ്രമിക്കുന്നതിനിടെയാണ് സഭ നടത്തുന്ന ദിനപത്രം സമീപകാല ആക്രമണത്തെക്കുറിച്ചും ഒരു പുതിയ ഭൂമി വിവാദങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചു വരുന്നത്. എറണാകുളത്തെ മുനമ്പം ഗ്രാമത്തിലെ വഖഫ് ബോർഡിന്റെ ഭൂമിയിലുള്ള അവകാശവാദത്തിനെതിരെ സമരം ചെയ്യുന്ന നിവാസികളെ പിന്തുണയ്ക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പാസാക്കിയ വഖഫ് ബിൽ ഉയർത്തിക്കാട്ടാൻ പാർട്ടി ശ്രമിച്ചപ്പോഴാണ് ഈ നീക്കം. മുനമ്പത്തെ നിവാസികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. വഖഫ് ബോർഡിന്റെ ഭൂമിയുടെ അവകാശത്തിൽ നിന്നും സംരക്ഷണം തേടിയുള്ള പ്രതിഷേധത്തിൽ വിവിധ സഭാ ഗ്രൂപ്പുകളെ അവരെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചെങ്കിലും അത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് പിൻവലിച്ചതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമാക്കിയിട്ടുണ്ട്.